Respected dear family members, my pranams to you. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഒരു നല്ല വാട്സപ്പ് മെസ്സേജ്. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ബീയിങ് എ ഹിന്ദു? ഒരു ഹിന്ദു എന്നുള്ളതിലെ പ്രത്യേകത എന്താണ്? ഐ ഗോട്ട് ദിസ് മെസ്സേജ് ത്രൂ വാട്സപ്പ് IISH ഗ്രൂപ്പ്. ഫസ്റ്റ് പോയിന്റ്, ബിലീവ് ഇൻ ഗോഡ്. If you believe in God, you are known as Astik in Hindu Dharma. If you don't believe in God, then also you are a Hindu, you are accepted as Nastik. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആസ്തികൻ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നാസ്തികൻ. രണ്ടും ഹിന്ദു ധർമ്മത്തിൻ്റെ ഭാഗമാണ്. You want to worship idols? Please go ahead. You are a മൂർത്തി പൂജക്. നിങ്ങൾ വിഗ്രഹാരാധന നടത്തുന്നുവെങ്കിൽ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം, നിങ്ങൾ മൂർത്തി ആരാധന നടത്തുന്നവരാണ്. യു ഡോണ്ട് വാണ്ട് ടു വർഷിപ്പ് ഐഡൽസ്? നോ പ്രോബ്ലം, യു ക്യാൻ ഫോക്കസ് ഓൺ നിർഗുണ ബ്രഹ്മം. നിങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു പ്രശ്നമില്ല. നിർഗുണ ബ്രഹ്മം, മറ്റേത് സഗുണോപാസന, ഇത് നിർഗുണോപാസന. മൂർത്തിയും വിഗ്രഹവും ക്ഷേത്രവും ആരാധിക്കുന്നവർ സഗുണോപാസന നടത്തുന്നു, അല്ലാത്തവർ നിർഗുണോപാസന നടത്തുന്നു. ബോത്ത് ആർ ആക്സെപ്റ്റഡ്. You want to criticize something in our religion? Come forward. We are logical. Nyaya and Tarka are core of Hindu school. നിങ്ങൾക്ക് ഹിന്ദു ധർമ്മത്തിലെ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ശക്തമായിട്ട് വിമർശിക്കാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുമ്പോട്ട് വരിക. ന്യായവും തർക്കശാസ്ത്രവും അതിനു വേണ്ടിയിട്ട് ഹിന്ദു ധർമ്മത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്, ഗ്രന്ഥങ്ങളുമാണ്. You want to accept beliefs as it is? വിശ്വാസങ്ങളെ അതേപോലെ നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മോസ്റ്റ് വെൽക്കം, പ്ലീസ് ഗോ അഹെഡ് വിത്ത് ഇറ്റ്. നിങ്ങളൊരു വിശ്വാസിയാണ്, യു ആർ എ ബിലീവർ, യു ക്യാൻ ഗോ അഹെഡ്. ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് യുവർ ജേർണി ബൈ റീഡിങ് ഭഗവത്ഗീത, ഷുവർ, ഗോ അഹെഡ്. മറ്റൊന്നും വായിക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ഭഗവത്ഗീത മാത്രമേ വായിക്കാൻ താല്പര്യമുള്ളൂ, ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം, യു ക്യാൻ ഗോ അഹെഡ്. യു വാണ്ട് ടു സ്റ്റാർട്ട് യുവർ ജേർണി ബൈ റീഡിങ് ഉപനിഷത്ത്, ഗോ അഹെഡ്. ഉപനിഷത്ത് വായിക്കാനാണ് താല്പര്യമെങ്കിൽ ധൈര്യമായിട്ട് ഉപനിഷത്ത് വായിച്ചുകൊണ്ട് മുമ്പോട്ട് പോവാം. യു വാണ്ട് ടു സ്റ്റാർട്ട് യുവർ ജേർണി ബൈ റീഡിങ് പുരാണ, ഗോ അഹെഡ്, ബി മൈ ഗസ്റ്റ്. നിങ്ങൾ പുരാണങ്ങൾ വായിക്കാനാണ്, കഥകളിലൂടെയാണ് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പുരാണങ്ങളിലൂടെ ജീവിത സത്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും തിന്മയിൽ നിന്ന് നന്മയിലേക്കും അതേപോലെ തന്നെ അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കും പോവുക. ഉപനിഷത്തുക്കളിലൂടെയാണെങ്കിൽ പരമമായ ജീവിത സത്യത്തെക്കുറിച്ച് അറിഞ്ഞ് ജീവിത യാഥാർത്ഥ്യമുണ്ടാക്കുക. ഭഗവത്ഗീതയാണെങ്കിൽ കർമ്മയോഗവും ജ്ഞാനയോഗവും ഭക്തിയോഗത്തിലൂടെയും യു ക്യാൻ റീച്ച് ദാറ്റ് പോയിന്റ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ റീഡിംഗ് പുരാണ, ത്രൂ സ്റ്റോറീസ് യു ക്യാൻ ചേഞ്ച് യുവർ ബാഡ് മൈൻഡ് ടു ഗുഡ് മൈൻഡ്, bad thoughts to good thoughts, bad action to good action, bad result to good result, bad reward to good reward. If you would like to learn through Upanishad, it will not be giving any story to you, it will be giving only the ultimate truth and fact about life. Go ahead with that one. You just don't like to reading Puranas or other books, no problem my dear, go by bhakti and tradition. If you don't want to read any books, ഒരു പുസ്തകവും വായിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഗോ അഹെഡ് വിത്ത് ദാറ്റ്, നോ പ്രോബ്ലം. പുസ്തകം വായിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഭക്തിയിലൂടെ മാത്രം തന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള അവകാശമുണ്ട്. യു ഡോണ്ട് ലൈക്ക് ഐഡിയ ഓഫ് ഭക്തി, നിങ്ങൾക്ക് ഭക്തി എന്നുള്ള ഐഡിയ തന്നെ ഇഷ്ടമല്ല, നോ പ്രോബ്ലം. ഡു യുവർ കർമ്മ, ബി എ കർമ്മയോഗി. നിങ്ങൾ കർമ്മം ചെയ്യുക, കർമ്മയോഗിയായി തന്നെ തുടരുക, അത് മതി, ഭക്തിയെ വേണമെന്നില്ല. യു വാണ്ട് ടു എൻജോയ് ലൈഫ്, വെരി ഗുഡ്, നോ പ്രോബ്ലം അറ്റ് ഓൾ. ദിസ് ഈസ് ചാർവാകാസ് ഫിലോസഫി. ജീവിതം ആസ്വദിക്കുക, അടിച്ചു പൊളിച്ച് യാവത് ജീവേത് സുഖം ജീവേത് ഋണം കൃത്വാ ഘൃതം പിബേത് ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത. യു നെവർ വുഡ് ലൈക്ക് ടു ബോദർ അബൌട്ട് ഗോഡ്. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനേ താല്പര്യമില്ല. യു വാണ്ട് ടു എൻജോയ് ദ ലൈഫ് എവറി മിനിറ്റ്. ഓരോ മിനിറ്റും ജീവിതം ആസ്വദിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഗോ എഹെഡ്. യു ആർ ദ ഫോളോവർ ഓഫ് ചാർവാക മഹർഷി ചാർവാക. യു വിൽ നെവർ ബി ലേബിൾഡ് ആസ് എ നോൺ ഹിന്ദു. നിങ്ങളൊരു ഹിന്ദു അല്ലെന്ന് ഒരാളും ലേബൽ ചെയ്യില്ല. യു വാണ്ട് ടു അബ്സ്റ്റെയിൻ ഫ്രം ഓൾ ദി എൻജോയ്മെന്റ് ഓഫ് ലൈഫ് ആൻഡ് ഫൈൻഡ് ഗോഡ്. ജീവിതത്തിലെ എല്ലാത്തിൽ നിന്ന് മാറി സന്യാസം സ്വീകരിച്ച് ഈശ്വരനിലേക്ക് മാത്രം യാത്ര ചെയ്യാനാണെങ്കിൽ ജയ് ഹോ, ബി ഗ്രേറ്റ്, ബി എ സാധു ആൻഡ് അസെപ്റ്റിക്. ഒരു സന്യാസിയാവാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകും. യു ഡോണ്ട് ലൈക്ക് ദി ആക്സെപ്റ്റ് ഗോഡ്, ദൈവത്തെ സ്വീകരിക്കാനേ തയ്യാറില്ല. യു ബിലീവ് ഇൻ നേച്ചർ
നേച്ചർ ഓൺലി, പ്രകൃതിയിൽ മാത്രമാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത്, ദൈവത്തിൽ വിശ്വാസമേ ഇല്ല, യു ആർ വെൽക്കം. ട്രീസ് ആർ അവർ ഫ്രണ്ട്സ് ആൻഡ് പ്രകൃതി ഓർ നേച്ചർ ഈസ് വർത്തി ഓഫ് വർഷിപ്പ് മദർ നേച്ചർ. Every tree is considered as divine. So go ahead. എല്ലാ മരങ്ങളും ഈ പ്രകൃതിയും തന്നെ ഈശ്വരന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നു. Go ahead. You believe in one God. നിങ്ങൾ ഒരു ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. Or supreme energy, omnipotent, omnipresent divine power. ഒരു ദൈവത്തിലേ വിശ്വസിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പരമമായ ചൈതന്യത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. സൂപ്പർബ്. ഫോളോ അദ്വൈത ഫിലോസഫി. അതിനെയാണ് അദ്വൈത ഫിലോസഫി എന്ന് പറയുന്നത്. യു വാണ്ട് എ ഗുരു. നിങ്ങൾക്കൊരു ഗുരു വേണമെന്ന് തോന്നുന്നുണ്ടോ? ഗോ എഹെഡ്, റിസീവ് ജ്ഞാൻ. ഗോ എഹെഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് എ ഗുരു and receive the knowledge from him. You don't want a guru. നിങ്ങൾക്കൊരു ഗുരുവിന്റെ ആവശ്യമേ ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? Help yourself, meditate and study from self within. ഗുരു തന്നെ ആവശ്യമില്ലെന്ന് തോന്നുകയാണെങ്കിലും മുമ്പോട്ട് പോവുക, അപ്പോഴും നിങ്ങളൊരു ഹിന്ദുവാണ്. യു ബിലീവ് ഇൻ ഫീമെയിൽ എനർജി. സ്ത്രൈണഭാവത്തിലുള്ള ചൈതന്യത്തെയാണ് നിങ്ങൾ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയെയാണ് ആരാധിക്കുന്നതെങ്കിൽ ശക്തി ഈസ് വർഷിപ്പ്ഡ്. ദർ യു ആർ. You believe that every human being is equal. എല്ലാ മനുഷ്യരും ഒരേപോലെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. Excellent. You are awesome. Come on, let us celebrate Hinduism. അതാണ് ഹിന്ദു ധർമ്മം. വസുധൈവ കുടുംബകം ഏകം സദ് വിപ്രാഹ ബഹുധാ വദന്തി. The truth is one. People may be telling in different way. ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത. The omnipotent, omnipresent divine power is only one. But it is manifested in different living and non-living being. Just like the moon is there in the sky and reflections are there in all the waters. You Vasudha eva Kudumbam. This earth itself is our family. I am Mata Pradhivi, Putroham Pradhivya. This earth is my mother. I am the son of this earth. So we are all the children of Mother Earth. We are one. Come on, we are there. You don't have time to celebrate the festival. Don't worry, one more festival is coming. നിങ്ങൾക്ക് ഉത്സവങ്ങളും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ സമയവും ഇല്ല, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. അടുത്ത ഉത്സവം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. സെലിബ്രേറ്റ് ഇറ്റ്. There are multiple festivals every single day of the year. ഓരോ ദിവസവും ഓരോ ആഘോഷങ്ങൾ ഹിന്ദുക്കൾക്ക് ധാരാളമുണ്ട്. ഒരെണ്ണം സാധിച്ചില്ലെങ്കിൽ അടുത്തത്. യു ആർ എ വർക്കിംഗ് പേഴ്സൺ. നിങ്ങളൊരു തൊഴിലാളിയാണ് എന്ന് വിചാരിക്കുക. ഡോണ്ട് ഹാവ് ടൈം ഫോർ റിലീജിയൻ. നിങ്ങൾക്ക് മതം പഠിക്കാനും ധർമ്മം പഠിക്കാനും സമയവും ഇല്ല. ഇറ്റ്സ് ഓക്കെ, അത് സാരമില്ല. You will still be a Hindu. അപ്പോഴും നിങ്ങൾ ഒരു ഹിന്ദു തന്നെയാണ്. You like to go to temples. Devotion is loud. നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നു, ആരാധിക്കുന്നു, തീർച്ചയായിട്ടും അതനുസരിക്കുക, പോവുക. You don't like to go to temples. അമ്പലത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. No problem. You are still a Hindu. God and divine power is within you. നിങ്ങളിൽ തന്നെ ഈശ്വരനുണ്ട്, പുറത്ത് അന്വേഷിക്കേണ്ട എന്ന് നമ്മൾ പറയാറുണ്ട്. You know that Hinduism is a way of life with a considerable freedom. ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് ജീവിത രീതിയാണ്, അതൊരു മതമല്ല. നിങ്ങൾക്ക് ഏറ്റവും അധികം ഫ്രീഡം ഉള്ള ഒരേ ഒരു ധർമ്മം അത് ഹിന്ദു ധർമ്മമാണ്. You believe that everything has God in it. ഹിന്ദു വിശ്വസിക്കുന്നു ഈശാവാസ്യം ഇദം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീതാം ആകൃതക്കസ്യ സിദ്ധനം. ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളിലും ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ യു വർഷിപ്പ് യുവർ മദർ. മാതൃദേവോ ഭവ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ആരാധിക്കുന്നു. അമ്മ ഈശ്വര തുല്യയായി തീരട്ടെ. പിതൃദേവോ ഭവ. ലെറ്റ് യുവർ ഫാദർ ബിക്കം equal to divine power. Acharya devo bhava. Let your teacher be equated with the God. Every tree, every river, every prani anoraniyan pahado mahiyan atma guhayam nikitosya jendo. Right from the minutest atom and other end, the biggest cosmic system, everything has got divine power within that. Earth is Mother Earth. Vayu, air, we worship as Namaste Vayo, Tomeva Pratyaksham Brahmasi. River, we worship Gange Yamune Jaiva Godavari Shatadruti Narmade Sindhu Kaveri. Jalesmin Sannidhi Guru, we worship and we adore the mountains. Mahendro Malaya Sakhyo Devadatma Himalaya
രേവാച വിന്ധ്യാച ഗിരിശ്ച ആരാവലിസ്തഥാ. Sun we worship. Krishnena rajasa vartamano nimeshayanna amritam martyam jahiranyayena savitaradena devo yadi bhuvanani pashyan adityaya namaha. We worship moon, we worship sun, we worship water, we worship every plant, we worship every animal. That is Hindu Dharma. If you don't worship anything, don't worry, that is also Hindu Dharma. And if you don't believe that everything has God in it, no problem. Respect your viewpoint. നിങ്ങൾക്ക് അങ്ങനെയും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സർവേ ജന സുഖിനോ ഭവന്തു. എല്ലാവരും സുഖമായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻസ് ഹാവ് നെവർ ടോൾഡ് ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു. We never said let all Hindus should become happy and healthy. We said everyone in the world, all 750 crore people should be happy. Not only Hindus but Christians and Muslims. That is Hindu Dharma. We never prayed Bharatiyaha samasta sukhino bhavantu. ഭാരതീയരെല്ലാം സുഖമായിരിക്കട്ടെ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഹിന്ദുക്കളെല്ലാം സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. This is exactly the sense of Hinduism. All inclusive. That is why it has withstood the test of time in spite of repeated onslaught both from within and outside, and assimilated every good aspect from everything. That is why it is eternal. പുറത്തു നിന്ന് വന്നതും അകത്തു നിന്നുണ്ടായതുമായിട്ടുള്ള എല്ലാ തിന്മകളെയും വേദനകളെയും ആക്രമങ്ങളെയും പരിഹാസങ്ങളെയും അതിജീവിച്ച ലോകത്തിലെ ഒരേ ഒരു സംസ്കാരം ഭാരതത്തിൻ്റെത്. 114 സംസ്കാരങ്ങൾ ഉള്ളതിൽ 950 വർഷം വിദേശ ആക്രമണത്തിന് ശേഷവും ഇന്ത്യ ഡിഡ് നോട്ട് ഡൈ ഈവൻ ആഫ്റ്റർ ഇന്റേണൽ ആൻഡ് external invasion and suppression, oppression and depression. Hindus did not die. Still 110 crore 110 crore Hindus are there in the world. Without a pope, ഒരു പോപ്പില്ലാതെ, without a cardinal, without a bishop, India could survive because of this eternal power. We accepted the good from everywhere. Ano bhadraha kratavo yantu vishwadaha. And we accepted, let noble thoughts come towards us from all over the world. There is a saying in Rig Veda, the first book ever written to mankind, which depicts the Hinduism philosophy in a nutshell. Ano bhadraha kratavo yantu vishwadaha. Hindus are never tied with the temple or spiritual center or religious head. We are free. Thoughts are free, actions are free, visions are free, lifestyles are free. You can be a Hindu under whatever pretext you are living. ഏത് തരത്തിലുള്ള രീതിയിലുള്ള ചിന്താധാരകളും വെച്ച് പുലർത്തുക, ഒരു ചിന്താധാരയും വെച്ച് പുലർത്താതിരിക്കാനും സാധിക്കുന്ന ഒരു ഹിന്ദുവായി ജനിക്കാനും ജീവിക്കാനും മരിക്കാനും ജഗതീശ്വരനും ഭാരതമാതാവും നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയട്ടെ. ആലപ്പുഴയിലുള്ള ഗോപാലകൃഷ്ണപിള്ള സാറ് അയച്ചു തന്നതാണ്. ഞാനിപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടി ചേർത്ത് വായിച്ചത്. ഗോപാലകൃഷ്ണൻജി ആലപ്പുഴ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോർഡിനേറ്ററാണ്. സമുജ്വലമായി സന്ദേശം അയച്ചു തന്നത് അദ്ദേഹമാണ്. പ്രണാമം, നമസ്കാരം.